അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. രോഗം പലപ്പോഴും മരണത്തിൻ്റെ ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ചില ആളുകൾ രോഗം ബാധിച്ച് അതിലൂടെ അങ്ങനെ മരണപ്പെട്ടു പോകാറുണ്ട്. മറ്റു ചില ആളുകൾ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുമുണ്ട്. ഏതായാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രോഗിയാണ് എന്നറിഞ്ഞ് ആ വ്യക്തിയുടെ സമീപത്തേക്ക് എത്തി അദ്ദേഹം ഏറെ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ്, അതല്ലെങ്കിൽ മരണത്തിൻ്റേതായ ലക്ഷണങ്ങൾ കാണിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് മുമ്പിൽ നമ്മൾ ചെന്നാൽ, അതായത് മരണം ആസന്നമായിട്ടുള്ള, മരണം അടുത്തിട്ടുള്ള രോഗികൾക്ക് മുമ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എങ്കിൽ ആ സന്ദർഭത്തിൽ ആ രോഗിക്ക് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നൊരു കാര്യമാണ്. ഹദീസുകൾ കാണുവാൻ സാധിക്കും. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ മൗത്തുകൾക്ക്, ഇവിടെ മൗത്താക്കും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണം ആസന്നമായ ആളുകൾ, മരണം അടുത്ത ആളുകൾ എന്നാണ്. അവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്, അത് ചൊല്ലിയിട്ടാണ് മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന എന്നാണല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു വ്യക്തിയുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ മരണസന്ദർഭത്തിൽ ആ വ്യക്തി അത് ഓർമ്മിപ്പിക്കുകയും അത് ചൊല്ലാനുള്ള പ്രേരണ കൊടുക്കുകയും നമ്മൾ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ. ഇത് ഒരു മരണത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു സത്യവിശ്വാസിക്ക് ബാധിക്കുന്ന എന്ത് പ്രയാസമാണെങ്കിലും ശരി. ഇപ്പോൾ നമ്മുടെ കാലിൽ ഒരു കല്ല് തട്ടി ശക്തമായ വേദനയുണ്ടായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് പ്രയാസമുണ്ടായാലും, നാശം സംഭവിച്ചാൽ, നഷ്ടം സംഭവിച്ചാൽ, രോഗങ്ങൾ സംഭവിച്ചാൽ, അതേപോലെ മാരകമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ, ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്കെന്ത് ചെയ്യാം? ഈ ദുആ നിർവഹിക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പ്രത്യേകം പുകഴ്ത്തി പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, ഒരു വിപത്ത് ബാധിച്ചാൽ ചില ആളുകൾ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ സംഭവിച്ച വിപത്ത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ആ അള്ളാഹുവിന് ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനവും എടുക്കാം. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി, അത് ഉമ്മയാകാം, ഉപ്പയാകാം, ഭാര്യയാകാം, മക്കളാകാം, തനിക്ക് വേണ്ടപ്പെട്ട ആര് മരിച്ചാലും അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനം എന്തായാലും അത് ഞങ്ങളിൽ നടപ്പിലാകേണ്ടതാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു. ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളവരാണ്. ഇനി ഞങ്ങളും വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. അപ്പോൾ ക്ഷമയുടെയും സഹനത്തിൻ്റെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും തവക്കുലിൻ്റെയും എല്ലാം അടയാളമായിക്കൊണ്ടാണ് ഈ ഒരു ദുആ വരുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് മരണം എന്ന പദമല്ല, മറിച്ച് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, ഒരു വിപത്ത് ബാധിച്ചാൽ എന്നാണ്. അത് ഏത് വിപത്തുകളും ആകാം. അപ്പോൾ അങ്ങനെ വിപത്ത് ബാധിക്കുന്ന സന്ദർഭത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ മരണവാർത്തകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ സമീപത്ത് നമ്മൾ എത്തി, വീട്ടിൽ നമ്മൾ രോഗിയുടെ അടുത്തേക്ക് എത്തി, ആ രോഗി മരണപ്പെടുകയാണ് എങ്കിൽ നമ്മൾ പറയേണ്ട വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, അള്ളാഹുവെ എനിക്ക് ബാധിച്ച ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ. എൻ്റെ ഈ പ്രയാസം അത് നിൻ്റെ തീരുമാനമാണ്, നിൻ്റെ ഖളായിൽപ്പെട്ടതാണ്. അതിന് എനിക്ക് ഞാൻ അതിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും സഹനം കൈക്കൊള്ളുകയും ചെയ്യുന്നു. എനിക്ക് നീ പ്രതിഫലം നൽകണം. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, എനിക്ക് ബാധിച്ച വിപത്തിൽ അള്ളാഹു എനിക്ക് നീ പ്രതിഫലം നൽകണമേ. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് നീ പകരം നൽകുകയും ചെയ്യണമേ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പറയുകയാണ്,
ഭർത്താവ് മരിച്ചിട്ട് അതിനേക്കാൾ നല്ലത് പകരം നൽകണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എനിക്ക് പിടികിട്ടിയില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിവാഹം അന്വേഷിക്കുകയും എന്നെ കല്യാണം കഴിക്കുകയും ചെയ്തപ്പോഴാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അള്ളാഹു തആല ഏത് നിലക്കാണ് നമുക്ക് ഖൈർ നൽകുക എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ഒരു കാര്യത്തെ വലിയ നന്മയായി കാണുന്നു, ചിലപ്പോൾ അതിനേക്കാൾ വലിയ നന്മയുണ്ടാകും, അതിനേക്കാൾ വലിയ ഖൈറുകൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അത് നമുക്കറിയില്ല. അത് തീരുമാനിക്കുന്നവൻ, അത് നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യമാണോ പഠിപ്പിച്ചത് അത് നമ്മൾ കൃത്യമായി നിർവഹിക്കുക, ആ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അപ്പോൾ ഈ നിലക്ക് നമ്മളൊരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.